പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസികളുടെ സമൂഹത്തിന് ഒരേ ഹൃദയവും ഒരേ മനസ്സുമായിരുന്നു എന്ന് നടപടി പുസ്തകത്തിൽ പറയുന്ന യേശു കർത്താവേ, തിരുമുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ, സഭകളുടെ ഇടയിൽ, ഇടവകാംഗങ്ങളുടെ ഇടയിൽ, സന്യാസ സഭകളുടെ ഇടയിലെല്ലാം നിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം പകരണമേ. ഈശ്വനാഥ, ഇന്ന ദിവസം ഞങ്ങളിവിടെ അവിടുത്തെ തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരുവാൻ പറ്റുകയില്ല എന്നറിയിച്ച ദേശവേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സകല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും. മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈ വചനങ്ങളെല്ലാം ഞങ്ങൾ അനുസ്മരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, വചനത്തിലൂടെ അനേകം ജനതയെ പരിശുദ്ധാത്മാവുകൊണ്ട് അഭിഷേകം ചെയ്ത കർത്താവേ, ഈ വചന ശുശ്രൂഷയുടെ മേലെ നിൻ്റെ കരുണാകടാക്ഷമുണ്ടാകട്ടെ. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഈ തിരുവചനം പറയുന്ന എന്നെയും നിൻ്റെ പരിശുദ്ധാത്മാവിൽ പരിപൂരിതരാക്കണമേ. യോർദാൻ നദിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് മാടപ്രാവായി ഞങ്ങളുടെ മേൽ ആവസിക്കട്ടെ. കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദിവ്യശക്തി ഞങ്ങളിൽ നിറയട്ടെ. നിൻ്റെ ദിവ്യവചനത്തിൻ്റെ ആന്തരിക അർത്ഥവും ആഴവും ഞങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളിൽ നീ തുറക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് ശ്രവിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അത്യധികമായ വിധത്തിൽ കരുണ തോന്നണമേ, കരുണ വർഷിക്കണമേ, അലിവ് തോന്നണമേ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവെ, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും എന്നുവെന്നേക്കും ആമേൻ. 133 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള തിരുവചനം. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെ ആണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സ്നേഹമുള്ള യുവതി യുവാക്കളെ, മാതാപിതാക്കളെ, വളരെ രസകരമായൊരു തിരുവചന ഭാഗമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചത്. കൂട്ടായ്മയിൽ വസിക്കുന്നത്, കൂട്ടായ്മയിൽ എങ്ങനെ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടം, എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര വിസ്മരണീയം എന്നാണ് സങ്കീർത്തകൻ പറയുക. വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടിയാണ് സങ്കീർത്തകൻ ഈ വചനം എഴുതിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വചനം എഴുതുമ്പോൾ അത് അവസാനിപ്പിക്കുന്നത് ഫുൾ സ്റ്റോപ്പിട്ടല്ല, മറിച്ച് ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചാണ്. അത് അതീവ സന്തോഷപ്രദമാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതെങ്ങനെയാണ്? ഈ അഹ്റോൻ്റെ തലയിൽ നിന്നും താടിയിലേക്ക് ഇറങ്ങി ആഗിയുടെ കഴുത്തുവട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യ അഭിഷേക തൈലം. ഈ പഴയ നിയമത്തിൽ കുംഭത്തിൽ ഈ തൈലം നിറയ്ക്കുമായിരുന്നു, രാജാക്കന്മാരെയും പുരോഹിതരെയും ഒക്കെ അഭിഷേകം ചെയ്യുവാനായിട്ട്. അങ്ങനെ ആ കുംഭത്തിലെ തൈലം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ ശിരസിലേക്ക് ഒഴുക്കും. അപ്പോൾ ആ ശിരസിൽ നിന്നും ഇങ്ങനെ അഭിഷേക തൈലം ഒഴുകിയിറങ്ങുന്നത് കാണുവാൻ അതിമനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ഈ അഹ്റോൻ്റെ കാര്യത്തിൽ നീണ്ട താടിയും ഇതെല്ലാം ഉണ്ടായിരുന്ന, തലമുടിയൊക്കെ ഉണ്ടായിരുന്ന അഹ്റോൻ്റെ ഈ തലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തൈലം, അഥവാ നമ്മൾ കാണാൻ പറ്റുമല്ലോ നല്ല മഞ്ഞുകാലത്ത് ഈ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റിട്ടിട്ട് വീഴുന്നതും, ഈ മഞ്ഞ് തന്നെ വീഴുന്നതും, തുള്ളിയായിട്ടല്ല അല്ലാതെ വീഴുന്നൊക്കെ മരത്തിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോരുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിനോടാണ് ഉപമിക്കുക. ഈ പ്രപഞ്ചത്തിലെ ഈ സുന്ദരവും രസകരവും മനോഹരവുമായ യാഥാർത്ഥ്യങ്ങളോടും അതുപോലെ ഈ അഭിഷേക തൈലത്തോടും ഒക്കെയാണ് കൂട്ടായ്മയുള്ള ജീവിതത്തെ സങ്കീർത്തകൻ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അത് സുന്ദരമാണ്, അത് മനോഹരമാണ് എന്നും. ഇനി മാത്രമല്ല, അങ്ങനെ ഉള്ളിടത്ത് എന്ത് സംഭവിക്കും? അവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത് എന്ന്.
എവിടെ ഈ നിർമ്മലമായ കൂട്ടായ്മയുണ്ടോ, എവിടെ ഈ പവിത്രമായ ഐക്യമുണ്ടോ, ഹൃദയങ്ങളുടെ ഒന്നിച്ചിരിപ്പുണ്ടോ, ഏക മനസ്സ് ഒന്നിച്ചിരിപ്പുണ്ടോ, അവിടെ ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാൽ പ്രവാഹമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ സമൂഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്ത് ദൈവം നിശ്ചയിച്ച് നൽകിയതും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നതുമായ സ്ഥലമാണ്. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും, അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല. യെശയ്യാ 65:21 പറയുകയാണ്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ച് നിയമാവർത്തനം 7:6 പറയും, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഓരോ സമൂഹ അംഗങ്ങളും ഓർക്കേണ്ടതാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത്, കർത്താവ് നിശ്ചയിച്ചത്. നമ്മളാരും നിശ്ചയിച്ചതല്ലോ നമ്മുടെ സമൂഹ അംഗങ്ങളെ? ആണോ സിസ്റ്റേഴ്സ്? തീർച്ചയായിട്ടും അല്ല. കർത്താവ് നിശ്ചയിച്ചതും കർത്താവ് തിരഞ്ഞെടുത്തതും ആയ ഒരു കൂട്ടായ്മയാണ് സന്യാസ സമൂഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവിടെ ഈ കൂട്ടായ്മയിൽ എന്തുണ്ടാവുക എന്ന് പറയുക, അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രബോധനത്തിലും ഇപ്രകാരം പറയാറുണ്ട്. എവിടെയാണ് ആത്മാവിൻ്റെ അഭിഷേകം ശക്തമാകുന്നതെന്ന് ചോദിച്ചാൽ, എവിടെ യേശുവിൻ്റെ നാമത്തിൽ കൂട്ടായ്മയുണ്ടോ അവിടെ എന്ന് പറയും. അതുകൊണ്ട് ലെറ്റസ് ഹേസ് ദ അസംബ്ലീസ് എന്ന് പറയും. നമ്മുടെ കൂട്ടായ്മകളെ നമുക്ക് ത്വരിതപ്പെടുത്താം, നമ്മുടെ കൂട്ടായ്മകളെ നമുക്ക് സ്പീഡപ്പ് ചെയ്യാം. അവിടെ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അപ്പോൾ ഇടവക കൂട്ടായ്മയിൽ, കുടുംബ കൂട്ടായ്മയിൽ, സന്യാസ കൂട്ടായ്മയിലാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകുന്നത്. പന്തക്കുസ്ത തന്നെ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലായിരുന്നു. നടപടി പുസ്തകത്തിലെ പന്തക്കുസ്ത അനുഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒറ്റപ്പെട്ടൊരു സ്ഥലത്തോ ഒരു വ്യക്തിയിലോ അല്ല, മറിച്ച് കൂട്ടായ്മയിലാണ്. നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിലാണ് ഈ പന്തക്കുസ്തായുടെ ആത്മാവ് തീനാവായി വരുന്നത്. 4-ാം അധ്യായത്തിൽ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതും കൃപാവരത്തിൻ്റെ വലിയ സമൃദ്ധി ഉണ്ടാകുന്നതും. നടപടി പുസ്തകം 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പന്തക്കുസ്തായുടെ വലിയ അനുഭവം ഉണ്ടായിരിക്കുന്നതൊക്കെ ഈ കൂട്ടായ്മയിലാണ്. ഇതാ വചനം തന്നെ പറയുന്നു, ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ അവിടെയാണ് കർത്താവ് അതിൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക കൂട്ടായ്മയിലും സന്യാസ സഭകൾ സമൂഹത്തിലും റിലീജിയസ് കമ്മ്യൂണിറ്റി, ഇവിടെയൊക്കെ ദൈവം കൃപകൾ ചൊരിയുവാൻ വേണ്ടി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കൃപകളെ ഏറ്റുവാങ്ങി വേണം, കൃപകളെക്കുറിച്ചുള്ള അവബോധത്തിൽ വേണം നമ്മൾ വളരുവാൻ വേണ്ടി, മുന്നേറുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സമൂഹത്തെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തിയല്ല വേണ്ടത്, മറിച്ച് സമൂഹത്തിലായിരിക്കുന്നതിൻ്റെ അഭിമാനത്തോടും ആനന്ദത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് വീണ്ടും വീണ്ടും അടുക്കണം. അപ്പോൾ ദൈവം വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കരങ്ങളെ അവിടുത്തെ കൃപകൾ കൊണ്ട്, സമൃദ്ധി കൊണ്ട് സമ്പന്നമാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളൊന്ന് കുർബാനയുടെ ആധ്യാത്മികതയും കുർബാനയിൽ കേന്ദ്രീകൃതമായ സമൂഹ ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. കുർബാനയിൽ നമ്മൾ കാണുന്നത് നോക്കുകയെ, കുർബാനയുടെ അർപ്പണ സമയത്ത് സങ്കീർത്തനം മനോഹരമായിട്ട് പാടുക, സങ്കീർത്തനം ആലപിക്കുക, ദൈവത്തെ സ്തുതിക്കുക. അതിലൂടെ ഈ സങ്കീർത്തനത്തിൻ്റെ വേറൊരു വശമുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത നന്മകളെ നമ്മൾ ഓർക്കുകയാണ്, പിതാക്കന്മാരെ ഓർക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ സന്യാസ സഭകൾക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യങ്ങൾ അയവിറക്കണം, ആ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കണം. അല്ലാതെ എല്ലാം പുരോഗമനത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട്, വേറെ ഒരു നൈമിഷികമായ കയ്യടിക്ക് വേണ്ടിയിട്ട് എല്ലാ വിശ്വാസ സത്യങ്ങളെയും പാരമ്പര്യങ്ങളെയും അവഗണിക്കുന്നതല്ല സമൂഹ ജീവിതം. മറിച്ച് ഓരോ സമൂഹത്തിനും അതിൻ്റെ തുടക്കമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. ഓരോ ഇടവകയ്ക്കും ഒരു പാരമ്പര്യമുണ്ട്, ആഗോള സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങൾക്ക് വിലയുണ്ട്. നമ്മൾ ഇന്ന് നോക്കിക്കേ, കേരളത്തിലെ ആളുകളുടെ ഇടയിൽ ഇപ്പോൾ സംസാര വിഷയം തന്നെയാണ് ഏത്? ഈ കുടുംബചരിത്രം എഴുതുമ്പോൾ, കുടുംബചരിത്രം എഴുതി പോകുമ്പോൾ ആര് കുടുംബചരിത്രം എഴുതിയാലും സീറോ മലബാർ റീത്തിലെ കുടുംബത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും, അവർ ചെന്നെത്തുന്നത് എവിടെയായിരിക്കും? പാലിയൂരോ തോമാസിലിയായാലൊക്കെ ആയിരിക്കും. അപ്പോൾ കുടുംബചരിത്രം എഴുതുന്നവരുടെ ആൾക്കാർ ചോദിക്കുന്ന തമാശയ്ക്കായിട്ട്, എവിടെയായി? എത്തിയോ?
അതായത് അതിൽ നമുക്ക് അഭിമാനമുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ രഹസ്യങ്ങളെ, സഭയുടെ പാരമ്പര്യത്തെ, സഭാ പ്രബോധനങ്ങളെ, പിതാക്കന്മാരുടെ ചിന്തകളെ നമ്മൾ താലോലിക്കണം. അപ്പോഴാണ് സമൂഹം അനുഗ്രഹമായി മാറുക. അതിനെല്ലാം അവഗണിച്ചിട്ടും പുച്ഛിച്ചിട്ടും തള്ളിയിട്ടും നമുക്കൊരു സന്യാസ സമൂഹം, നല്ലൊരു കമ്മ്യൂണിറ്റി ലൈഫ് പടുത്തുയർത്താൻ പറ്റില്ല. പടുത്തുയർത്താൻ പറ്റുമെന്ന് വെച്ചാൽ വിട്ടുതരോ. ഈ അടുത്ത നാളിൽ കേരളത്തിലൊരു സന്യാസിനി സമൂഹം അവരുടെ ഒരു പ്രോവിൻസ് തുടങ്ങിയതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ അവർക്ക് FCC സിസ്റ്റേഴ്സ് അവർ അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ക്ലാരമ്മ എന്ന് പറയുന്ന സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങൾ. ക്ലാരമ്മ ഇങ്ങനെയായിരുന്നു. ക്ലാരമ്മ നാഥൻ്റെ പക്കലേക്ക് ഓടുമായിരുന്നു, വിശുദ്ധ കുർബാനയിലേക്ക് ഓടുമായിരുന്നു, വിശുദ്ധ കുർബാനയിൽ യേശുവിനെ ആരാധിക്കുമായിരുന്നു. അതുകൊണ്ട് അവർ ആ അനുസ്മരണ സമയത്ത് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: നമുക്കും ഓടാം, നമുക്കും പോകാം. എങ്ങനെ പോകണമെന്ന് പറയാം. ഈ ക്ലാരമ്മ എന്ന് പറഞ്ഞ സിസ്റ്റർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നോട് പറയുമായിരുന്നു, രാജാളി പക്ഷിയെപ്പോലെ നമുക്ക് പറന്ന് നാഥൻ്റെ പക്കലേക്ക് പോകാം മക്കളെ, നാഥനോട് കൂടെ ഇരിക്കാം മക്കളെ, നാഥനോടൊപ്പം ചേർന്നിരിക്കാം മക്കളെ, അപ്പോൾ നാഥൻ നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മുടെ ആ മഠങ്ങളെല്ലാം തുടങ്ങിയത്. ഇതൊക്കെ പറഞ്ഞ് കൊച്ചു സിസ്റ്റേഴ്സിനോട് പറയും. അവർക്ക് ഉത്തേജനമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സന്യാസ സമൂഹം, റിലീജിയസ് ലൈഫ്, ഈ പാരമ്പര്യത്തിൻ്റെ വലിയൊരു വശമുണ്ട് ഈ റിലീജിയസ് ലൈഫിന്. അത് നമ്മൾ അവഗണിക്കരുത്, അത് മുറുകെ പിടിക്കണം. അതേസമയം മുന്നോട്ട് പോകണ്ടെന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ മാത്രം, അതിൻ്റെ ആ കൊടുങ്കാറ്റിനെയും കാറ്റിനെയൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ സമൂഹ ജീവിതം എത്തേണ്ടടുത്ത് എത്തില്ല. സങ്കീർത്തനം ആലപിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലെ ആധ്യാത്മികതയിൽ തീർച്ചയായിട്ടും അതിന് ഒത്തിരിയേറെ അർത്ഥവ്യാപ്തി വേറെയുണ്ട്. പക്ഷേ ഈ പാരമ്പര്യത്തിൻ്റെയും പിതാക്കന്മാരെക്കുറിച്ചുള്ള അഭിമാനവും നമുക്കുണ്ടാകണം. ഞാൻ ഓർക്കുക, ഒരിക്കൽ ഒരു വീട്ടിൽ ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് കടന്നു ചെന്നപ്പോൾ ഒരു കൊച്ച് ഇങ്ങനെ അസാധാരണമായൊരു കാഴ്ചയായിരുന്നു. താടി മീശയൊക്കെ വെച്ച് നരച്ചത് വെച്ച് വെറുതെ അപ്പൂപ്പനെ കാണിച്ചു തരികയായിരുന്നു ഞങ്ങളെ. അപ്പൂപ്പനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ അപ്പൂപ്പൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ഈ താടി മീശയൊക്കെ എടുത്തു വെച്ചു. കാരണം അവൻ്റെ അപ്പൂപ്പൻ വളരെ വലിയ നായാട്ടുകാരനായിരുന്നു. ഇവന് ഭയങ്കര ത്രില്ല അപ്പൂപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം എന്താണെന്ന് അറിയാമോ, ഈ അപ്പൂപ്പനെ കുറിച്ചുള്ള കഥ പറയുന്നതാണ്. അപ്പൂപ്പൻ ആനയെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്, ഇന്നാണെങ്കിൽ നടക്കില്ല. അതുപോലെ സിംഹത്തെയും കരടിയൊക്കെ ഓടിച്ച കഥകളും, കാട്ടുമൃഗങ്ങളെ ഓടിച്ചതും വേട്ടയാടി കൊണ്ടുവന്നതും, അങ്ങനെ അവിടെ ആ കുടുംബത്തിൽ ആ സ്ഥലത്ത് വീട് വെച്ച കഥകളും ഒക്കെ പറയുക. അപ്പം അപ്പൂപ്പൻ വലിയൊരു ധീരനായിരുന്നു എന്നാണ് ഈ കൊച്ചിൻ്റെ മനസ്സിൽ കയറുന്ന ചിന്ത. അപ്പൂപ്പൻ വലിയ സമർത്ഥനായിരുന്നു, ധീരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെക്കുറിച്ച് അവൻ്റെ അപ്പനും അമ്മയൊക്കെ പറയുന്നതാ, ഇവൻ സ്മാർട്ടാണച്ചാ. എന്തിനു സ്മാർട്ടാണ്, ഭയങ്കര ശക്തി ഇവന്. എന്നിട്ട് അവനെ ഇടയ്ക്ക് വിളിക്കും ശക്തിമാൻ. അപ്പോൾ ഇവൻ ഈ ശക്തിമാനെ കുറിച്ചുള്ള ചിന്ത വാസ്തവത്തിൽ ഇവൻ്റെ അപ്പൂപ്പൻ്റെ ചിന്തയാണ്. ആ കഥ പറഞ്ഞു കൊടുത്തതാ. അതാ പാരമ്പര്യത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയണം, കേൾക്കണം, അനുസ്മരിക്കണം, അവരെ നന്ദിയോടെ ഓർക്കണം. അതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ ഉദാത്തമായ സംഭാവനകളെ നമ്മൾ പ്രബോധനങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ സന്യാസ സമൂഹ ജീവിതം അർത്ഥപൂർണമാവും, നമ്മുടെ ഇടവക ജീവിതം അർത്ഥപൂർണമാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ആണ്, പ്രാർത്ഥനയാണ് വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ ശ്രദ്ധേയമായ കാര്യം എമ്മാവു ശിഷ്യന്മാരുടെ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ ഈശോ പാതയോരത്തുകൂടി തീർത്ത് നിരാശപ്പെട്ടതും ദുഃഖിതരുമായ എമ്മാവു ശിഷ്യന്മാർക്ക് ബലിവേദി ഒരുക്കുക. ബലിയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ രംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഈ വചനം അവർക്കൊന്നൊന്നായി മോശ തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ ആ രഹസ്യങ്ങൾ, രക്ഷാകര രഹസ്യം, മിശിഹാ രഹസ്യം ഈശോ മിശിഹ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ, ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ പറയുന്നത് എന്താ? അവനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു കൊണ്ടിരുന്നില്ലേ? അപ്പോൾ ഹൃദയം ജ്വലിപ്പിക്കുന്നതാണ് വചനം. ഈ വചനത്തിൻ്റെ സവിശേഷത നമ്മൾ സഭകളിൽ പലപ്പോഴും, കൂട്ടായ്മകളിൽ പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ഒരു സമൂഹത്തിൽ അവർ വളരെ എക്സ്പെർട്ടാണ്, സ്കൂള് കാര്യങ്ങൾ അതൊക്കെ നടത്തുന്ന കാര്യത്തിൽ. ഭൗതികമായ മണ്ഡലങ്ങളിൽ അവിടെയുള്ള ഓരോരുത്തരും സ്മാർട്ട് ഗേൾസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പല സമയത്തും വളരെ കോമൺ ആയിട്ട് പറയുന്ന ചില ദൈവവചനങ്ങൾ ചോദിച്ചിട്ട് പോലും അവിടെയുള്ള 99% ആളുകൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരൊക്കെ ചുണ്ടുകൂട്ടിയിരുന്നു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വചനത്തിൽ എന്താ സ്ഥാനമുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ? അവിടെ വെച്ചോ അവരൊന്നും തന്നെ പ്രത്യുദ്ധരിച്ചില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അതിൽ സീനിയേഴ്സായിട്ടുള്ള ചില സിസ്റ്റേഴ്സ് വളരെ വാർദ്ധക്യത്തിലെത്തിയവർ പറഞ്ഞു, പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അച്ഛാ. പണ്ട് ഞങ്ങളുടെ സമൂഹത്തിൽ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ വചനം വായിക്കുമായിരുന്നു, ഒന്നിച്ചിരുന്ന് ഈ വചനത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുമായിരുന്നു, ഒന്നിച്ചിരുന്ന് ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ നല്ലൊരു അഭിഷേകം ഉണ്ടായിരുന്നു, നല്ല ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, നല്ല ഒരു ശക്തി ഉണ്ടായിരുന്നു, മനസ്സുകളുടെ ഒരു പൊരുത്തമുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ആ അമ്മൂമ്മ തള്ള പറഞ്ഞത് ആ സമൂഹത്തിലെ. ഇപ്പോഴോ സ്ഥാപനവൽക്കരിക്കപ്പെട്ടും മോഡേണൈസേഷൻ നടത്തി വന്നപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ആ കമ്മ്യൂണിറ്റിയിൽ വലിയ സ്ഥാനമില്ലാതായിപ്പോയി. അവർക്കത് വായിക്കാനോ ആശയങ്ങൾ പങ്കുവെക്കുവാനോ വചന സന്ദേശം ഉൾക്കൊള്ളുവാനോ ഒന്നും സമയമില്ലാതായിപ്പോയി. ഇനി ടൈം ടേബിൾ കിടപ്പുണ്ടാവില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മൾ എവിടേക്കാണ് പോവുക? നമ്മുടെ സമൂഹത്തെ അഭിഷേകാഗ്നിയാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കുർബാനയിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്, കുർബാന കേന്ദ്രീകൃതമായ സന്യാസ സമൂഹം എന്ന് പറയുന്നത് തീർത്തും തികച്ചും വചനത്തിൽ വേരൂന്നിയ സമൂഹമാണ്. വചനമില്ലാത്ത സമൂഹം വരണ്ടുണങ്ങിയ സമൂഹമാണ്. വചനമില്ലാത്ത സമൂഹം വേര് പിടിക്കില്ല, തഴച്ചു വളരില്ല, പച്ചപ്പുണ്ടാവില്ല, അവിടെ മഴവില്ല് വിരിയില്ല, വർണ്ണങ്ങളുണ്ടാവില്ല. ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളത്? ഒരുപക്ഷെ ലോകത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൊരുത്തക്കേടുകളും ഇന്ന് സന്യാസ സമൂഹങ്ങളിലില്ലേ? മറച്ചു വെച്ചിട്ട് ഒളിച്ചു വെച്ചിട്ടും എന്താ കാര്യം? കാരണം എന്താ? അവിടെ വചനത്തിൻ്റെ നീരൊഴുക്കില്ല. ഇന്ന് നമ്മുടെ പുഴകളൊക്കെ വറ്റിപ്പോയിരിക്കുകയല്ലേ. വേനൽക്കാലത്ത് നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഭാരതപ്പുഴ പോലും കിടക്കുന്നത് കണ്ടാൽ മലർന്നു കിടക്കുകയാണ്, ചത്ത് മലച്ചതുപോലെ. നീരൊഴുക്കില്ല. ഏതാണ്ട് ഇതുപോലെ ഭാരതപ്പുഴയും മറ്റു പുഴകളും കിടക്കുന്നത് പോലെ നീരൊഴുക്കില്ലാതെ സന്യാസ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. സമൂഹത്തിൽ സങ്കീർത്തനം പറയുന്നത് പോലെ ഏക മനസ്സില്ല, കൂട്ടായ്മയില്ല, ഇനി ഈ ഒന്നിച്ച് വസിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവുമില്ല. എന്തൊരു ദുരന്തം, എന്തൊരു ദുഃഖം, എന്തൊരു കഷ്ടം! എന്തുകൊണ്ടാ? നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹങ്ങളിലും വചനത്തിൻ്റെ ഈ അഭിഷേകാഗ്നി പരക്കുന്നില്ല. വചന കൂട്ടായ്മയില്ല, വചന വായനയില്ല, വചന സംവാദമില്ല, വചന ശ്രവണമില്ല, വചനത്തിൻ്റെ സന്ദേശമില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ ഒരിടത്തും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വേണ്ടത്ര ആദിമ ചൈതന്യത്തിൽ അത് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ദുഃഖവും ദുരന്തവും ജീർണതയും നമുക്കുണ്ട്. ഇന്ന് ഏതാണ്ട് ഈ ഞെരിഞ്ഞിലിനകത്ത്, ഈ ഞെരിഞ്ഞിലുണ്ടല്ലോ, ഈ മുള്ളുകളുണ്ടല്ലോ, ഇഞ്ചക്കാടുണ്ടല്ലോ, ഈ ഇഞ്ചക്കാട്ടിലേക്ക് ചെല്ലുന്ന പോലെ ചില സമൂഹങ്ങളിലേക്ക് എന്നാൽ കയറി ചെല്ലുമ്പോൾ തന്നെ പരിക്ക് പറ്റും, കയറി ചെല്ലുമ്പോൾ തന്നെ മുള്ളുകൊള്ളും, കയറി ചെല്ലുമ്പോൾ തന്നെ രക്തം പൊടിയും. പിന്നെ ഒന്ന് ഇറങ്ങിപ്പോന്നെങ്കിലോ അതിലും കഷ്ടമാവുന്നു. ഇഞ്ചക്കാട്ടിൽ കയറിയാൽ അങ്ങനെയല്ലേ, ഈ ഞെരിഞ്ഞിലിനകത്ത് കയറിയാൽ അങ്ങനെയല്ലേ? അങ്ങനെയുള്ളൊരവസ്ഥ ഇന്ന് സമൂഹത്തിൽ വരുന്നെങ്കിൽ അതിൻ്റെ കാരണം സമൂഹം വചനത്തിൽ നിന്നും വേർപെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വചനം അമൃതാണെന്ന് യെരമ്യാ പ്രവചനം 15:16 പറയുന്നു. വചനം അമൃതാണ്, ഔഷധമാണ്. വചനം വിശുദ്ധിയാണ്, വിശുദ്ധീകരിക്കുന്ന ശക്തിയാണ് എന്ന് യോഹന്നാൻ 15:3 പറയുന്നു. വചനം വിശുദ്ധീകരിക്കുമെന്ന് യോഹന്നാൻ 17:16-17 പറയുന്നു. വചനം നാവിനും മാധുര്യം പകരുമെന്ന് എസെക്കിയേൽ 3:1-3 പറയുന്നു. പാദങ്ങൾക്ക് വെളിച്ചം പകരുമെന്ന് 119 സങ്കീർത്തനം 105 പറയുന്നു. ഇതൊക്കെയാണല്ലോ വചനത്തിൻ്റെ സവിശേഷത. അത് ഇരുതല വാളാണെന്നും അത് വെട്ടിമുറിക്കുമെന്നും അത് നീക്കിക്കളയുമെന്നും പറയുന്നു ഹെബ്രായ ലേഖനത്തിൽ. യെരമ്യാ പ്രവചനത്തിൽ വീണ്ടും പറയും, അത് പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്, അത് അഗ്നി പോലെയാണെന്ന് പറയും. ഇപ്രകാരമുള്ള വചനത്തിൻ്റെ ശക്തമായ പ്രവാഹം സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷപ്പെട്ടപ്പോൾ സമൂഹത്തിലെ രോഗപീഠകളായി, മനസ്സുകൾ തമ്മിൽ ഐക്യക്കുറവായി, ഹൃദയങ്ങൾ തമ്മിൽ അകൽച്ചയായി. പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്
സമൂഹത്തെ പടുത്തുയർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. ഏത്? ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു പോകുവാനുള്ള തീരുമാനം. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ദൈവവചനത്തിൻ്റെ അതിശക്തമായ നീർച്ചാൽ പ്രഭാവം ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കണം. വ്യക്തിതലത്തിലും കൂട്ടായ്മയിലും വചനം വായിക്കണം, വചന സന്ദേശം ഉൾക്കൊള്ളണം. ഇടവകകളിൽ ഈ വചനത്തിൻ്റെ ഇടവകയിൽ ഏതെങ്കിലും ഒരു കുർബാനയ്ക്ക് വായിക്കുന്ന 5-10 വചനം പോരാ. ഇടവകകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും, അധികം തിക്കും തിരക്കുമില്ലാത്തവരെങ്കിലും ഒരുമിച്ച് ചേർന്ന് വചനം വായിക്കണം, വചന സന്ദേശം ഉൾക്കൊള്ളണം, വചനം പങ്കുവയ്ക്കണം. അപ്പോൾ ഇടവക കൂട്ടായ്മ വളരും, കുടുംബ കൂട്ടായ്മ വളരും. അപ്പോൾ നമ്മുടെ സന്യാസ സമൂഹവും സന്തുഷ്ടിയുള്ളതായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക, ഏത്? അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ്, അഹറോൻ്റെ തലയിൽ നിന്ന് ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് സമൂഹ ജീവിതത്തിൻ്റെ ഒഴുക്ക്, ജീവിതം എന്നൊക്കെ. അത് അനുഗ്രഹമായി മാറുകയാണ്. മാത്രമല്ല, ഇതിന് വേറൊരു പ്രായോഗിക വശമുണ്ട്. വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണത്? ഈ വചനം എന്ന് പറയുന്നത്, അഥവാ വിശുദ്ധ കുർബാനയിലെ വചന വായന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംവാദമാണ്. ദൈവം നമ്മോട് സംഭാഷിക്കുകയാണ് സമയത്ത്. ഈശോ മിശിഹ എഴുന്നള്ളി വരുന്ന പരസ്യ ജീവിതവും ഈശോ മിശിഹ എഴുന്നള്ളി വരുന്നതിൻ്റെ സൂചനയാണ് ബൈബിൾ ഉയർത്തിപ്പിടിച്ച്, അതിൽ ലത്തീൻ ക്രമത്തിലാണെങ്കിലും സീറോ മലബാർ റീവത്തിലാണെങ്കിലും കുർബാനയ്ക്ക്, ആഘോഷമായ കുർബാനയ്ക്ക് ബൈബിൾ ഉയർത്തിപ്പിടിച്ച് തിരികൾ പിടിച്ചു വരികയാണ്. ഇതാ മിശിഹ വരുന്നു, മിശിഹ വരികയാണ്, ദൈവം വരുന്നു, സ്വർഗീയ ഗണങ്ങൾ വരുന്നു, പിതാവ് വരുന്നു. പിതാവായ ദൈവത്തിന് എന്താ നമ്മൾ പറയാനുള്ളത്? അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, അവിടെ നമ്മൾ സംഭാഷിക്കുകയാണ് ഈ വചന വായനയിൽ. നമ്മളാകട്ടെ വിശ്വാസ സമൂഹമാകട്ടെ ശ്രവിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി സന്യാസ സമൂഹത്തിൽ കമ്മ്യൂണിറ്റി ലൈഫ് അനുഗ്രഹപൂർണമായി മാറണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനും ലിസണിങ്ങും ഉണ്ടാകണം. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ തിക്കും തിരക്കുവാണെന്ന് പറയുക. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒത്തിരി എന്തെന്ത് പ്രോഗ്രാംസ്, ഡയറി മുഴുവൻ നിറച്ചിട്ടിരിക്കുകയല്ലേ എല്ലാ സഭാംഗങ്ങളുടെയും. എവിടെയുണ്ട് നേരം, എവിടെയുണ്ട് വിശ്രമം എന്ന് തോന്നിപ്പോവും പോക്കും വരവും പ്രവൃത്തിയൊക്കെ കണ്ടാൽ. ഇവിടെ വേണ്ടത്ര നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സന്യാസ സമൂഹത്തിലും വേണ്ടത്ര കമ്മ്യൂണിക്കേഷനും വേണ്ടത്ര ശ്രവണവും ലിസണിങ്ങും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി. നമ്മുടെ ഇടവകയിൽ ഇടവക കൂട്ടായ്മകൾക്ക് കുറവുകൾ തട്ടി. കമ്മ്യൂണിറ്റി ലൈഫിന് സന്യാസ സഭകളിൽ വലിയ വലിയ ക്ഷതമേറ്റു. ഈ കമ്മ്യൂണിക്കേഷൻ പണ്ടെന്തായിരുന്നു? സന്യാസ സഭകളിലെ സഭാംഗങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങി ഗാർഡൻ വർക്ക് നടത്തും, ഒന്നിച്ചിറങ്ങി കൃഷിസ്ഥലത്ത് ജോലി ചെയ്യും, ഒന്നിച്ചിറങ്ങി എവിടെയെങ്കിലും കുളിക്കും. കാരണം അന്ന് പൈപ്പോ കുളിമുറിയോ ഒന്നും പല സ്ഥലത്തും ആരംഭത്തിലില്ലായിരുന്നല്ലോ. കുളിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ മേഖലകളിലെല്ലാം പിന്നെ ഒന്നിച്ചിരുന്ന് ഉല്ലസിക്കുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ആശയ സംവാദം ഉണ്ടായിരുന്നു, ശ്രവണമുണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ അതുവഴി സാധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഇതൊന്നും വേണ്ടത്ര നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ് അനുഗ്രഹമായും തീരേണ്ട കമ്മ്യൂണിറ്റി ലൈഫ് ചില സ്ഥലങ്ങളിലെങ്കിലും ചിലപ്പോഴെങ്കിലും ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോലമാകേണ്ട സന്യാസ ജീവിതം ഇന്ന് ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടവകയിൽ അംഗങ്ങളായിരിക്കുന്നതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുന്ന അവസ്ഥ, കുടുംബത്തിലും ഈ ഭാരത്തിൻ്റെ കെട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 12-ാം അധ്യായം 1:3 പറയും, നിങ്ങളെ അലട്ടുന്ന പാപവും ഭാരവും നീക്കിക്കളയുക. തീർച്ചയായിട്ടും അത് കുദാശകളിലൂടെയാണ് നടക്കേണ്ടത്, വചനാഭിഷേകത്തിൽ നടക്കേണ്ടത്. അതുപോലെ തന്നെ സ്വാഭാവികമായി ചിന്തിച്ചാൽ നമ്മിലെ സ്വാഭാവികമായ ഈ സംഭാഷണത്തിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ, സ്വാഭാവികമായ ഈ ശ്രവണത്തിലൂടെ, ലിസണിങ്ങിലൂടെയൊക്കെ ഒട്ടനവധി പാപവും ഭാരവും നീക്കിക്കളയാൻ പറ്റും. നമ്മൾ നോക്കിക്കേ, നാട്ടിൽ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, ഷെയറിങ് സോറോ ബിക്കംസ് ഹാഫ് സോറോ. പങ്കുവയ്ക്കുന്ന ദുഃഖം പകുതിയായി മാറും. അത് വളരെ സത്യമാണ്. താനും നമ്മൾ നോക്കി വളരെ ഭാരത്തോടെ വന്ന ഒരാൾ നമ്മൾ പറയുകയാണ്. ഞങ്ങൾ പലപ്പോഴും കൗൺസിലിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യവും കൂടിയാണ്. വളരെ ഭാരത്തോടെ വന്ന് പറയുകയാണ്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരൊരു നെടുവീർപ്പെടുന്ന് കാണാൻ പറ്റും. ഇനി മാത്രമല്ല, ഷെയറിങ് ജോയ് ബിക്കം ഡബിൾ ജോയ്. അതായത് പങ്കുവെക്കുന്ന സന്തോഷം ഇരട്ടിയാവുകയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? സംവാദത്തിലൂടെയാണ്, കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ വേണ്ടത്ര നടക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്.
നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, സന്യാസ സഭയിലെ കമ്മ്യൂണിറ്റി ലൈഫിന് വലിയ ക്ഷതമേറ്റിരിക്കുക, വലിയ ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാറ്റങ്ങളുടെ ഒരു വേലിയേറ്റം കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുക. അതേസമയം തന്നെ ഈ സംഭാഷണത്തിൻ്റെയും ഈ ശ്രവണത്തിൻ്റെയും ആത്മാവ് എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മാവാണ്. ദിവ്യകാരുണ്യത്തിൽ നടക്കുന്നത് മുഴുവൻ അതാണ്. പിതാവായ ദൈവത്തോട് നമ്മൾ സംഭാഷണം സമ്പാദിക്കുന്നു. പിതാവായ ദൈവം നമ്മോട് സമ്പാദിക്കുന്നു. അങ്ങനെ സ്വർഗീയ ഗണങ്ങളും ഭൗമിക ജീവി ഗണങ്ങളും, അതായത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു നിരന്തരമായ സംഭാഷണത്തിൻ്റെ സാരാംശമാണ് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്ന് പറയുന്നത്. ഈ ആത്മീയ ചൈതന്യമാണ് സന്യാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ലോകത്തിൻ്റെ തട്ടുമുട്ട് പരിപാടികളുമായിട്ട് പോയാൽ സന്യാസ സമൂഹം അനുഗ്രഹമാവില്ല. കൂട്ടായ്മയുള്ള ജീവിതം, സമൂഹ ജീവിതം ആനന്ദകരമാവില്ല. കർത്താവ് നമ്മെ വിളിക്കുന്നതാണ്. ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമായി നമ്മളെ സംബന്ധിച്ച്. അല്ലെങ്കിലോ സമൂഹ ജീവിതത്തിൻ്റെ കോട്ടം തട്ടും, സമർപ്പണ ജീവിതത്തിന് കോട്ടം തട്ടും, സന്യാസ സഭകളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലുമായിക്കൊണ്ടിരിക്കുക. അതാ സംഭവിക്കാൻ പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. നമുക്കൊരിക്കൽ കൂടി അഭിമാനത്തോടെ ഓർക്കാം, സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഒരുമിച്ച് വസിക്കുന്നിടത്ത് ഒരുമിച്ചുള്ള സംഭാഷണം ഉണ്ടാകണം, ഏകാഗ്രതയുള്ള ശ്രവണം ഉണ്ടാകണം. ഇങ്ങനെ ശ്രവിക്കുമ്പോൾ, പങ്കുവെക്കുമ്പോൾ, ആശയവിനിമയം നടക്കുമ്പോൾ ആ സമൂഹം വീണ്ടും വീണ്ടും ദൈവകൃപയുടെ നീർച്ചാൽ പ്രഭാവമായി മാറും. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ദൈവമേ, ഞങ്ങളുടെ ഇടവകളെയും കുടുംബങ്ങളെയും സന്യാസ ഭവനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഇവിടെയെല്ലാം ദിവ്യകാരുണ്യത്തിൻ്റെ ആധ്യാത്മികത പടർന്ന് പന്തലിക്കുവാൻ, കത്തിപ്പടരുവാൻ ഇടയാക്കണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ അന്തസത്തയായ സംഭാഷണവും സംവാദവും ശ്രവണവും കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അന്യൂനം നിലനിൽക്കുവാൻ, വളർന്നു വരുവാൻ ഇടയാക്കണമേ. അതിനുവേണ്ടി നിൻ്റെ സഹായകനെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഇടവകകളിലേക്ക്, സന്യാസ ഭവനങ്ങളിലേക്ക് നാഥ സമർത്ഥമായി ചൊരിയണമേ. അളവുകളില്ലാത്ത വിധം കർത്താവെ നീ നിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഒഴുക്കണമേ. ദിവ്യകാരുണ്യനാഥ യേശു ക്രിസ്തുവെ, അതിനെയോർത്ത് അവിടുന്ന് ചൊരിയുന്ന കൃപകളെയോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുത്തെ നിരന്തരമായ സാന്നിധ്യത്തെയും ഉൾപ്രേരണകളെയോർത്ത് ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തേക്ക് എന്നും എന്നും എല്ലായ്പ്പോഴും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.